അദ്ദേഹം പറഞ്ഞത് ഇത് വോട്ടർ പട്ടികയെ ശുദ്ധീകരിക്കാനുള്ളൊരു നീക്കമാണ്. ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് തന്നെ RSSൻ്റെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ഈ രാജ്യത്ത് വലിയ വിഭാഗം ജനങ്ങളെ അശുദ്ധവും മലിനവുമായി കരുതുന്ന ആളുകളാണ്. വിചാരധാരയുടെ പ്രത്യയശാസ്ത്ര പരിസരത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ. ഈ പറയുന്ന മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ ഒക്കെ ഈ രാജ്യത്തെ അന്തേവാസികൾ മാത്രമാണെന്നും പൗരത്വത്തിന് യോഗ്യതയില്ലാത്ത ആളുകളാണെന്നും ഇവരെ രാഷ്ട്ര ശരീരത്തിൽ നിന്ന് പുറന്തള്ളേണ്ട മലിന വസ്തുക്കളായി, അശുദ്ധ വസ്തുക്കളായി കാണുന്ന ആളുകളാണെന്നേ. അപ്പോൾ ഈ ശുദ്ധീകരണം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം ബോധപൂർവം ഉപയോഗിച്ചതായാലും അബോധപൂർവം പറഞ്ഞതായാലും അത് വളരെ പ്രസക്തമാണ്. ഇവിടെ പൗരത്വ പരിഷ്കരണത്തിലൂടെ RSS സംഘപരിവാർ ഉദ്ദേശിച്ചത് എന്താ? ഈ രാജ്യത്തിൽ നിന്ന് തന്നെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ, മുസ്ലിം ജനസാമാന്യത്തെ പുറന്തള്ളാനും ബഹിഷ്കരിക്കാനും തമസ്കരിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങളാണ്. അത് രാജ്യം ഒട്ടാകെ നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് താൽക്കാലികമായെങ്കിലും രാജ്യത്തെ പൗരസഞ്ചയത്തിന് മുന്നിൽ പരിവാർ ശക്തികൾക്ക് പിന്മാറേണ്ടി വന്നു. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് അത് വേറൊർത്ഥത്തിൽ തിരിച്ചു വരികയാണ്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ ഇത് അതിൻ്റെ സെക്കൻഡ് എഡിഷനാണ്. പൗരത്വ പരിഷ്കരണത്തിൻ്റെ 2ാം പതിപ്പായി ഇത് പുറത്തിറക്കുകയാണ്.